നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീയൊക്കെ എന്റെ അനിയത്തെ ബോധം കെടുത്തി എന്ത് ചെയ്യാൻ കൊണ്ടുവന്നാടി? ചോദിച്ച കേട്ടില്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? അത് നീ ആരാ പറയേ? നീ എന്താടി ആളെ തട്ടിക്കൊണ്ടു പോകണോ? ഞങ്ങൾ ഇപ്പൊ പോലീസിനെ വിളിച്ചു വരുത്തും. പോലീസ് വന്ന നിന്റെയൊക്കെ സ്ഥിതി എന്താണെന്നറിയാലോ. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഇവിടെ തട്ടിക്കൊണ്ടു വന്നതിന്റെ ലക്ഷ്യം എന്താ? മര്യാദയ്ക്ക് പറയാനാ പറഞ്ഞേ. ഇവർക്ക് കൂടി പറഞ്ഞിട്ടാ ഞാൻ ഈ കുട്ടിയെ ആരാടാ നീയൊക്കെ? പട്ടാ പകലൊരു പെണ്ണിനെ കടത്തിക്കൊണ്ട് പോകുന്നു. ആരാടാ നീയൊക്കെ? പറയണോ? ദേവികേ, നീ ആ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്ക്. പോലീസ് വരട്ടെ. യുവമാരെ ഇവിടെ എങ്ങനെ വിട്ടാ പറ്റില്ല. പോലീസ് വരാതെ നീ കൊറ്റൊരുത്തനോടൊന്ന് പോവില്ലടാ. അയ്യോ, പോലീസിനെ വിളിക്കരുത്, ദേവീത് വിളിക്കരുത്. ഞാൻ പറയാം, സംഭവിച്ച എന്താന്ന് ഞങ്ങൾ പറയാം. പറയടാ. ഇതെല്ലാം ഋഷിയുടെ ഐഡിയ. ഗോപികയെ ബോധം കെടുത്തി കൊണ്ടുവന്ന് ഈ ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിക്കാനുള്ള പദ്ധതിയായിരുന്നു ഋഷിക്ക്. ഞങ്ങള് ഋഷിയുടെ ഫ്രണ്ട്സ് എന്ന നിലയ്ക്ക് അവന് വേണ്ടി കൂട്ടുനിന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ആദ്യം ഗോപികയുടെ ബോധം തെളിയട്ടെ. ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. വേണ്ട, ഞങ്ങളുടെ കാറിലുണ്ട്, എടുത്തിട്ട് വരാം. വെള്ളം. ഗോപിക, മോളെ 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 ഗോപു മോളെ. ചേച്ചി, ഞാനെന്താ ഇവിടെ? നമ്മളെന്താ ഇവിടെ? ആരാ എന്നെ ഇവിടെ കൊണ്ടുവന്ന്? എനിക്കൊന്നും ഓർമ്മയില്ല. നിന്നെ ഇവിടെ ബോധം കെടുത്തി കൊണ്ടുവന്ന് വിവാഹം കഴിക്കാനായിരുന്നു ഋഷിയുടെ പ്ലാൻ. അതിനുവേണ്ടി ഇവരതിനെ മയക്കി കൊണ്ടുവന്നത്. നിന്റെ ഋഷിയുടെ ഫ്രണ്ട്സാ അവര്. ഇത് ഋഷിയുടെ മാത്രം പ്ലാനാണോ അതോ ഈ കള്ളക്കളി നീ കൂടെ അറിഞ്ഞിട്ടാണോ? അനീഷേട്ടാ, എനിക്കൊന്നും അറിഞ്ഞൂടാ. എനിക്കിതിൽ യാതൊരു ബന്ധവുമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.